ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. എക്സാമിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കെമിക്കൽ സിംബൽ ഓഫ് സോഡിയം എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ ആൻസർ വരുന്നത് Na ആണ്. കാരണം നമുക്കറിയാം ക്യാപിറ്റൽ എന്നും സ്മോൾ എയും ആണ് എന്ത് ചെയ്യുക കെമിക്കൽ ഫോർമുലയായിട്ട് സോഡിയത്തിന്റെ കേസിൽ യൂസ് ചെയ്യാറുള്ളത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏതാണ് ഇതിനകത്ത് മോളിക്യൂൾ ആയിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോളിക്യൂൾ? N2O2ClHe ആണ്. ആൻസർ വരുന്നത് O2 ആണ്. കാരണം 2 ഓക്സിജൻ ആറ്റംസ് കൂടി ചേർന്നതാണ് O2 എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അയോണിക് കോമ്പൗണ്ട്? എക്സാമ്പിൾ ഇതിനകത്ത് ഏതാണെന്നാണ്? H2O, NaCl, O2, CO2. ആൻസർ വരുന്നത് NaCl ആണ്. നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ബൈ പോസിറ്റീവ് ചാർജ് അയൺ ആൻഡ് നെഗറ്റീവ് ചാർജ് അയൺ അല്ലെ. പോസിറ്റീവ് ചാർജ് അയനെ നമ്മൾ കാറ്റിയോൺ എന്ന് പറയും, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ ആനിയോൺ എന്ന് പറയും അല്ലെ. അപ്പൊ ആനിയോൺ എന്ന് പറയുമ്പോൾ ആനാന്ന് ആലോചിക്കുക, പേടിയുള്ള ആള് നെഗറ്റീവ് ചാർജ്. അതേപോലെ കാറ്റോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്, കാറ്റിനെ മനസ്സിലാലോചിക്കുക. അപ്പൊ NaCl-നകത്ത് Na+Cl- എന്നാണ് നമ്മൾ അയോൺസ് ആയിട്ട് എഴുതാറുള്ളത്. അപ്പൊ Na+ എന്ന് പറയുമ്പോൾ കാറ്റയോൺ ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. Cl- എന്ന് പറയുമ്പോൾ ആനിയോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണ് പറയാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് MgO, CaCO3, KNO3 ഒക്കെ നമ്മുടെ മിസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ? ഡയാറ്റോമിക് മോളിക്യൂൾ എക്സാമ്പിൾ ഇതിനകത്ത് ഏതാ മക്കളെ വരിക? H2 ആണ് കറക്റ്റ് ആൻസർ. സോ വാട്ട് ഈസ് ഡയാറ്റോമിക് മോളിക്യൂൾ ചോദിച്ചാൽ പറയാൻ പറ്റും. ഒരു മോളിക്യൂളിനകത്ത് 2 ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഡയാറ്റോമിക്. ഡൈ എന്ന് പറയുമ്പോൾ തന്നെ 2 എന്ന് ആലോചിക്കുക. H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻസ് കൂടി ചേർന്നാലാണ് H2 ആയിട്ട് മാറാം അല്ലെ. അതുപോലെ മോണോ ആറ്റോമിക് ഉണ്ട്. ഒരു മോളിക്യൂളിനകത്ത് ഒരു ആറ്റം മാത്രം ഉണ്ടെങ്കിൽ മോണോ. അതേപോലെ ഡൈ ഉണ്ട്. പോളി എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 ആറ്റംസ് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ പോളി ആറ്റോമിക്. എക്സാമ്പിൾസ് മിസ്സഡ് വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കും. സോ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ നിഞ്ച ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം.